സിനിമ സിനിമയിലെ താരങ്ങളെ അനുകരിക്കുക, അവരുടെ സ്റ്റൈലുകൾ അനുകരിക്കുക, അവരുടെ സംഭാഷണങ്ങൾ അനുകരിക്കുക, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള സിനിമകളിൽ ഈ പറഞ്ഞ വളരെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രമേയപരമായിട്ട് നിൽക്കുന്ന സിനിമകളെ എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വളരെ മ്യൂസിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഥാപരമായിട്ടുള്ള ഇങ്ങനത്തെ സിനിമകൾ എന്നുള്ളതിന് വിട്ട് വയലൻസ് എന്ന് പറയുന്ന ഒരു ഘടകം, ഒരു വയലൻസ് സിനിമ ഉണ്ടാക്കാം എന്ന് പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഒരു അപകടമുണ്ട് അതിനകത്ത്. കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വയലൻസ് സിനിമ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നെങ്കിൽ അടുത്ത അതേ ജോണറിൽ വരുന്നൊരു സിനിമ എന്ന് പറയാൻ അതിൻ്റെ മുകളിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് എവിടെയാണ് ഇത്, കാരണം ഇന്നത്തെ കുട്ടികൾക്ക് നേരത്തെ ലഹരിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സിനിമ കാണണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര അനന്തമാണ് സാധ്യതകൾ. നമുക്ക് ഒരു ഭാഷയിലോ ഇപ്പോൾ മലയാളത്തെക്കുറിച്ച് പറയാം, മലയാളത്തിലെ സിനിമകളോ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ലോകത്തെവിടെയും ഇറങ്ങുന്ന ഇത്തരം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സിനിമകൾ മാത്രമല്ല, അതല്ലാതെ മറ്റ് ഇൻ്റർനെറ്റ് തന്നെ നമുക്കറിയാം, അല്ലാത്ത സാധ്യതകളും ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ മക്കളെ തന്നെയാണ് നമ്മളുടെ കൺട്രോളിലുള്ളത്. ലോകത്ത് വേറെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എവിടെ വരെയാണ് ആ വിവേചനം എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഏതാണ് എടുക്കേണ്ടത്, ഏതാണ് എടുക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് അവരുടെ ബോധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ സിനിമകൾ എന്ന് പറയുമ്പോൾ എഗൈൻ വേറൊരു കാര്യം ചിന്തിക്കുന്നത്, സിനിമ എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തോട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു സിനിമ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അയാളെയും ചിലപ്പോൾ ഉത്തേജിപ്പിക്കുന്നുണ്ടാവും ഒരു സിനിമ എഴുതാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവനവൻ്റെ വിവേചന ബുദ്ധിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറൊരു മാർഗ്ഗമില്ല. നമുക്കത് മറ്റതിനെ നമുക്ക് തടയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എഡ്യൂക്കേറ്റ് ചെയ്യണ്ടേ? കാരണം ഈ 13 വയസ്സോ 16 വയസ്സോ ഉള്ള കുട്ടികളോട് നമ്മൾ ഈ വിവേചന ബുദ്ധി പ്രയോഗിക്കാൻ പറയുന്നത് അതിലും വലിയ മൗഢ്യമല്ലേ? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനെയാണ് അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത്. അവരോട് സംസാരിച്ചിട്ട് അവരുടെ ചിന്തകൾ ഏത് രീതിയിലാണ്, അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക എന്ന്. അല്ലാതെ എങ്ങനെയാണ് നമുക്ക് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അവരോട് സംസാരിക്കാതെ? അപ്പോൾ അങ്ങനെ സംസാരിക്കാനും എന്തും തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം അവനവൻ്റെ വീടുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അത്തരം സ്വന്തം കുട്ടി ഏത് രീതിയിലാണ് അവൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, തീർച്ചയായിട്ടും അത് എന്താ പറയുക, അത് മോണിറ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം പാരൻസിനുണ്ട്, അല്ലെ അധ്യാപകർക്കുണ്ട്. അതിന് വേറെ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം.